നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് യു വേഴ്സസ് തേർഡ് പാർട്ടി. അതായത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്ത് ഫീൽ ചെയ്യുന്നു, തേർഡ് പാർട്ടിയോട് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് നോക്കാം. തേർഡ് പാർട്ടി ഇവിടെ ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ആ പേഴ്സൺ അതായത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കാണാം, ഡൗട്ട് വെച്ച് വെറുതെ നോക്കണ്ട. ഓക്കെ, എന്നാലും അതായത് ഒരു 90% മേലെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ആ പേഴ്സൺ ആരുമാവാം. ലൈക്ക് അവർ ഫാമിലി അല്ല, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്, ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ അവർ ഒരു നിങ്ങൾ ലൈക്ക് ഒരു വേറെ പേഴ്സൺ എന്ന രീതിക്കാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഉള്ള വേറൊരു വ്യക്തി, അതായത് ഒരു റൊമാൻറ്റിക് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇഷ്ടം എന്ന രീതിക്ക് അങ്ങനെ വല്ലതും അവർ തമ്മിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഓക്കെ ഇത് കാണാം. പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സും തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും എന്താ നോക്കാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസും ലാസ്റ്റിൽ പറയാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ഫീൽ ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു, തേർഡ് പാർട്ടിയെ കുറിച്ച് എന്ത് ഫീൽ ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, സോ 2 ലൈനായിട്ട് നമ്മളെടുക്കും. ഞാനിങ്ങനെ ഹാഫാക്കി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെക്കാറുണ്ട്. നോക്കട്ടെ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഇത് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തെടുക്കുന്ന ഡെക്കാണ്. ആദ്യത്തെ ഡെക്ക് നിങ്ങൾക്ക് വേണ്ടി എടുക്കാം, അത് കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടിക്ക് എടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, പേഴ്സണിന് ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താ നോക്കാം. മൂൺ കാർഡാണ്. ഓക്കെ, പ്രിൻസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്ന നോക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ വല്ല ഫൈറ്റ് ഉണ്ടായി കാണാം. ഓക്കെ, അവരുടെ ചെറിയ റെപ്രസെൻറ്റേഷൻ തോന്നിയത് പറയും. ഓക്കെ, എനിക്ക് നോക്കാം. അവർക്ക് നിങ്ങളുമായിട്ട് എന്ത് വേണം എന്നാണ് അവർ ആഗ്രഹം. ഓക്കെ, എന്താണ് അവർ ആഗ്രഹിക്കുന്നത് മുന്നോട്ട്. ഓക്കെ, ഫൈൻ, വെരി നൈസ്. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സിൽ പേഴ്സണിന് ഇപ്പോൾ കുറച്ച് ഇമോഷണലായിട്ട് കാണുന്നുണ്ട്. അതായത് മേ ബി നിങ്ങൾ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഉണ്ടാവാം, ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഓക്കെ, സിറ്റുവേഷൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് വരുന്നില്ല. മനസ്സിൽ മേ ബി കുറേ ചിന്തകൾ നടക്കുന്നുണ്ടാവാം. അവർക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് അവർ എന്തോ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഞാൻ ക്ലാരിഫിക്കേഷൻ എടുത്തേക്കാം. അവരുടെ ഫീലിങ്സ് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ പ്ലീസ്. അവർക്ക് പേഴ്സണിന് ഫീലിങ്സ് സ്നേഹമായിട്ടുണ്ടോ? ഓക്കെ, വാ, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ശരിക്കും. സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ് അവർക്ക് സ്നേഹമുണ്ട് ഒരുപാട്. പക്ഷെ അവർ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ഓക്കെ, അവരുടെ പ്രശ്നം അതാണ്. ഇപ്പോഴത്തെ കാര്യം അതാണ്. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ എന്ന് പറയാം. സോ അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഒരുപാട് സ്നേഹമുണ്ട് ശരിക്കും. ഓക്കെ, ഫീലിങ്സ്, സ്നേഹം എന്ന പ്ലീസ് കിങ് ക്വീൻ ഒന്നും നിങ്ങൾ ആ ഇതിലെടുക്കരുത്, സെൻസിലെടുക്കരുത്. ഞാൻ പറയുന്ന കാര്യത്തിന് എടുത്താൽ മതി. ഓക്കെ, ആ പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സണെ ആണ് എന്ന് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, ശരിക്കും വളരെയധികം സ്നേഹം തന്നെയാണ്. ആക്ച്വലി ക്വീൻ ഓഫ് കപ്സ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലൈക്ക് നമ്മൾക്ക് അത്രയും സ്നേഹം, കെയറിങ് എന്ന രീതിക്കൊക്കെയാണ്. ഓക്കെ, ബട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങളോട് മെസ്സേജ് ചെയ്യണം എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അവർക്ക് ഇപ്പോൾ എന്താണ് തോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ചെറിയ ഫൈറ്റ് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞു ക്വീൻ ഓഫ് സോർട്സും കണ്ടു. സോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഐ തിങ്ക് ഒരേപോലെ നേച്ചർ ചിലപ്പോൾ നിങ്ങൾ ഒരേപോലെ ആയിരിക്കാം, സ്വഭാവം നിങ്ങൾ ഒരേപോലെ ആയിരിക്കാം. രണ്ടുപേരും ലൈക്ക് വളരെ വിട്ടുകൊടുക്കാത്തൊരു സ്വഭാവമായിരിക്കാം. ഓക്കെ, കുറച്ചൊരു സ്റ്റബേൺ ക്യാരക്ടേഴ്സ് ആയിരിക്കാം രണ്ടുപേരും. ഓക്കെ, സ്റ്റബേൺ എന്താ പറയുക, നിങ്ങൾ ആലോചിച്ചു. ഓക്കെ, അപ്പോൾ പേഴ്സണിന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, അവർക്ക് ആക്ച്വലി പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഓൾറെഡി ചിലപ്പോൾ വാക്ക് തർക്കം നടന്നു കാണാം, എന്തെങ്കിലും പരസ്പരം നിങ്ങൾ പറഞ്ഞു കാണാം, എന്തെങ്കിലും തെറ്റി കാണാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ശരി, ഞാൻ പറഞ്ഞു മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞു, ആ മെസ്സേജുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മേ ബി നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം, എന്തെങ്കിലും കാര്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു അകൽച്ച നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ബട്ട് അവർക്ക് വരണമെന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എവിടെയോ അവർ ഐ തിങ്ക് ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം. മൂന്നും നമ്മൾ ഹിഡൻ അല്ലെങ്കിൽ സീക്രട്ട് എന്ന് പറയാം. അവരുടെ ഉള്ളിൽ സീക്രട്ട് ഫീലിങ്സ് ഒരുപാടുണ്ട്, പക്ഷെ അവർ മേ ബി ഇപ്പോൾ അത് ഒന്നും പറയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ വഴക്ക് വന്നിട്ടുണ്ടാവും, അതും ഉണ്ടാവും.
ഓക്കെ, മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നോക്കുമ്പോഴും 8 ഓഫ് പെന്റിക്കിൾസ് 3 ഓഫ് പെന്റിക്കിൾസ് ആണ് വെരി നൈസ് കാർഡ്സ്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവർ ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ, സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ തീർച്ചയായിട്ടും അവർ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്ത് നമ്മൾ നമ്മൾ അതിൽ എഫേർട്ട് ഇടുക എന്നും പറയും. ആൻഡ് ഒന്നിച്ച് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ശരിക്കും ശരിയാക്കുക കാര്യങ്ങൾ, അതായത് പറഞ്ഞ് സംസാരിച്ച് എല്ലാം ശരിയാക്കി മുന്നോട്ട് പോവുക എന്ന രീതിക്കും അവരുടെ മനസ്സിൽ അതാണ് ഇപ്പോൾ ആഗ്രഹം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് ഇനി തേർഡ് പാർട്ടിയെ കുറിച്ചുള്ളത് നോക്കാം. തേർഡ് പാർട്ടിയെ കുറിച്ച് പേഴ്സൺ എന്താ ചിന്തിക്കുന്നത്, ഇതേപോലത്തെ പേഴ്സണെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബാക്കി ഫ്യൂച്ചറിൻ്റെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. തേർഡ് പാർട്ടിയുടെ കൂടി എടുത്തിട്ട് പറയാം. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോട് എന്താണ് ഫീലിങ്സ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ക്വീൻ ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ, ആൻഡ് 5 ഓഫ് സോർഡ്സ്. ഓക്കെ, അവർ തമ്മിൽ അവരുടെ കുറിച്ച്, തേർഡ് പാർട്ടിയെ കുറിച്ച് പേഴ്സൺ എന്താ ചിന്തിക്കുന്നത്, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് അവിടെയാണ്. ഓക്കെ, നിങ്ങളെല്ലാം അപ്പോൾ ഓക്കെ ഫൈൻ. ചില ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, അവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് എന്താണ് മുന്നോട്ട് ആഗ്രഹം? ഓക്കെ, പേജ് ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്. ഓക്കെ, ടെൻഷനൊന്നും അടിക്കില്ല. ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ബട്ട് ഐ തിങ്ക് കുറച്ച് ദൂരെ ആയതുകൊണ്ട് കാണില്ല. ലവേഴ്സ് കാർഡാണ്, ബട്ട് ടെൻഷനൊന്നും അടിക്കില്ല കേട്ടോ. ഓക്കെ, അതിന് വേറെ മീനിങ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളോടാണ് വഴക്ക് എന്ന് പറഞ്ഞു ഞാൻ, ബട്ട് ഐ തിങ്ക് അങ്ങനെയല്ല. അവർ ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ടാവാം. അവർ ലൈക്ക് കുറച്ചൊരു നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ആർഗ്യൂ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇങ്ങനെ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് വളരെ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യുക, ആർഗ്യൂ ചെയ്യുക, വെറുതെ അനാവശ്യമായിട്ട് എന്ത് പറഞ്ഞാലും ഒരു അടി ഉണ്ടാക്കുക എന്ന രീതിക്ക് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ റീസൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള വഴക്കാണ്, നിങ്ങളോടുള്ള വഴക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ക്വീൻ ഓഫ് സോർട്സ് കണ്ടു ഞാൻ, അപ്പോൾ നിങ്ങളെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഇവിടെ എടുത്തപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് ഇതേ കാർഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് തേർഡ് പാർട്ടിയുമായിട്ടാണ് വഴക്ക്. എനിക്ക് ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള വഴക്കും പ്രശ്നവും കാരണമാണ് നിങ്ങളുടെ അടുത്ത് കൂടി അത് കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലൈക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും നടക്കുന്നു, നെഗറ്റീവായിട്ട് നടക്കുന്നു, അതിൻ്റെ ഒരു റിയാക്ഷൻ നമ്മൾ മറ്റുള്ളവരോടും കുറച്ചൊക്കെ കാണിക്കും അല്ലേ? അവരെല്ലായിരിക്കും റീസൺ, എന്നാൽ കൂടി നമ്മൾ ചില സമയത്ത് നമ്മൾ ആ ഒരു ഇറിറ്റേഷൻ, ദേഷ്യമൊക്കെ നമ്മൾ വേറെ ആളുടെ അടുത്ത് കാണിച്ചു പോകും. സോ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, സോ അത് വിട്ടേക്കുക, അതിനെക്കുറിച്ച് അങ്ങോട്ട് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, എന്തായാലും നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ നമുക്കത് മതി. സ്നേഹമുണ്ട് എന്നും വന്നു. ഓക്കെ, ആൻഡ് ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് വാൻസ് ആൻഡ് 5 ഓഫ് സോർഡ്സ് ആണ്. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതൊരു ഫ്രണ്ട്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി, ലൈക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരീഡ് ആവാം, എന്തും ആവാം കേട്ടോ. ഓക്കെ, എന്ത് സിറ്റുവേഷനും ആവാം ഇവിടെ. സോ അങ്ങനെ ക്വീൻ ഓഫ് വാൻസും ഉണ്ട്, ക്വീൻ ഓഫ് സോർഡ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. എന്തായാലും ആ വ്യക്തിയോടുള്ള ഒരു അട്രാക്ഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ അടുത്തത്. ഓക്കെ, പക്ഷെ അവിടെ പ്രോബ്ലംസ് വന്നു. ഓക്കെ, കോൺഫ്ലിക്ട്സ് വന്നു. 5 സോർഡ്സിൻ്റെ ടവർ ഉണ്ട്. സോ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അധികം ലൈക്ക് കൺഫേം ആണ്. എനിക്ക് ഏത് തരത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് പലതരത്തിലും ആവാം. ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കായതാവാം, വീട്ടിൽ ഫൈനാൻസിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം, വീട്ടിലെ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, പുറത്ത് ജോലി സ്ഥലത്തുള്ള ജോലി സ്ഥലത്ത് ഇവർ തമ്മിൽ പരിചയമാണെങ്കിൽ അവിടെയുള്ള വല്ല ക്ലാഷ് ആയിരിക്കാം. സോ എന്തായാലും ഇവർ തമ്മിൽ ഇപ്പോൾ ക്ലാഷ് ആണ് കാണുന്നത്. ഓക്കെ, ഈ തേർഡ് പാർട്ടിയുമായിട്ട് ആദ്യത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കോൺഫ്ലിക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അവർ തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അവിടെ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ എൻഡ് ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ടവറാണ് ഇവിടെ. സോ ചിന്തിക്കുന്ന ആ സിറ്റുവേഷൻ ശരിക്കും അതൊന്ന് ലൈക്ക് അവരെ വല്ലാതെ ഇപ്പോൾ അവരൊരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, വാക്ക് തർക്കങ്ങളാവാം, കൺട്രോളിങ് ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് പറയാം. ക്വീൻ ഓഫ് സോർഡ്സ് നമുക്ക് വളരെ കൺട്രോളിങ് വ്യക്തി എന്ന രീതിക്ക് പറയും. സോ ഇവരെ നിങ്ങളുടെ പേഴ്സണിനെ കൺട്രോൾ, ആണായാലും ലേഡി ആയാലും മാൻ ആയാലും ഒക്കെ അങ്ങനെ മാറ്റിയെടുക്കാം. സോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. സോ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്യൂച്ചറിൽ അവിടെ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ലവേഴ്സ് എനർജിയാണ്. പക്ഷേ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ എല്ലാം പ്രശ്നങ്ങളാണ് അല്ലേ, എല്ലാം പ്രശ്നങ്ങളാണ്. ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡാണ് ലാസ്റ്റ് വന്ന്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായം എന്നാണ് പറയാം. ഓക്കെ, എന്താ പറയുക, യൂണിവേഴ്സായിട്ട് ചിലത് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഇതൊരു ചോയ്സിന്റെ കാർഡ് പറയും നമ്മൾ. ഒരു ലൈക്ക് 2 പേരുടെ ഇടയിലുള്ള ചോയ്സ് എന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ്റെ ഇടയിലുള്ള ചോയ്സ്, അതായത് എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എന്ന രീതിക്ക് നമ്മൾ എടുക്കും. എനിക്ക് ഇന്ന് ഈ കാർഡ് എനിക്ക് അങ്ങനെയെന്ന് കാണുന്നുള്ളൂ. ഓക്കെ, ഓൾറെഡി
ഒന്ന് നിങ്ങളുണ്ട് ഇവിടെ, ഓക്കെ, ഈ പേഴ്സണുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റായി പോയോ എന്നുള്ള. ആക്ച്വലി ജഡ്ജ്മെന്റ് കാർഡ് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഒരു ഫലം എന്ന് തോന്നും. ഓക്കെ, അപ്പം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണിത് എന്ന് അവർ കരുതുന്നുണ്ട്. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഒരു കർമ്മയാണ് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. 10 of Swords ആണ്, ഇതാ ഞാൻ പറഞ്ഞു. അവർ എൻ്റെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ, യെസ്, കർമ്മ അവർ കർമ്മയിൽ ഇപ്പോൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അവർ തെറ്റായ ആളെ ചൂസ് ചെയ്തു അവരുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ അത് കാരണം അവരിപ്പോൾ വേദന അനുഭവിക്കുന്നു, അവരിപ്പോൾ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നു, അവർക്ക് ബാക്ക് സ്റ്റാബിങ് കാണുന്നുണ്ട്. സോ മേ ബി തേർഡ് പാർട്ടി അവർ ചീറ്റ് ചെയ്ത് കാണാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കാണാം. ഓക്കെ, അല്ലെങ്കിൽ അവർ എടുത്ത തീരുമാനം തെറ്റായി എന്നുള്ള റിയലൈസേഷൻ അവർക്കുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാൻ പോകുന്നതാണ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ പറയുന്നത്? സോറി, എംപ്രസ് കാർഡാണ്, കാണിക്കാൻ പാടില്ല. എംപ്രസ് കാർഡാണ് കേട്ടോ, അത് കാണിക്കാൻ പാടില്ല, അതിൽ മ്യൂട്ട് പിക്ചറാണ്. സോ യൂട്യൂബിൽ ബാനി തന്നെ. സോ ഓക്കെ, എംപ്രസ് ആണ് ഇവിടെ. എംപ്രസ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ യൂണിവേഴ്സ് പറയുന്നത് ഒരു കാർഡ് കൂടി ലാസ്റ്റ്. വാവ്, ഓ മൈ ഗോഡ്, സീരിയസ്ലി എനിക്ക് ഇങ്ങനെ എന്താ പറയുക, രോമാഞ്ചം എന്നൊന്നും പറഞ്ഞാൽ പോരാ, എനിക്കിങ്ങനെ ശരിക്കും കേട്ടോ നിങ്ങളുടെ എനർജി ആവട്ടെ ഇതെന്ന് ഞാൻ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ര നല്ല കാർഡ്സാണ് വന്നിങ്ങനെ നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, എന്തോ എനർജി ചേഞ്ചസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം ഈ ഒരു വർഷം ഐ തിങ്ക്. ഓക്കെ, എംപ്രസ് ഹൈറോഫൻ്റൊക്കെയാണ്. സോ നിങ്ങളെ മാരേജ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ലൈഫ് പാർട്ട്ണറായിട്ട് കൂട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈഫ് എന്നെടുക്കും, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡ് രണ്ടും നിങ്ങൾ മാറ്റിയെടുത്തോളൂ. ഓക്കെ, ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്രൂവൽ, നമ്മൾ മറ്റുള്ളവരെ പാരൻസിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ ലൈക്ക് സൊസൈറ്റിയുടെ അപ്രൂവലൊക്കെ കിട്ടിയിട്ട് നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ഒരു മാരേജ് സെറിമണി നടത്തി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന പോലെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയണം എന്നുണ്ട്. അവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ് ആണ്. മൈ ഗോഡ്, ലൈക്ക് ഇതിലും ബെറ്റർ കാർഡ്സ് നിങ്ങൾക്കൊന്നും വരാനില്ല. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ കാർഡാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ഒരു ഓഫർ, അത്രയും കമ്മിറ്റഡ് ആയിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഈ എനർജി നിങ്ങൾ വിട്ട് കളയരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ബിക്കോസ് യൂണിവേഴ്സ് അങ്ങനെ എപ്പോഴും നമുക്ക് തരുന്നതല്ല നല്ല നല്ല കാർഡ്സ്. ഓക്കെ, സി പേഴ്സൺ ലൈഫിൽ അവർ തേർഡ് പാർട്ടി വരുന്നുണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് തെറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ പക്ഷെ അവർക്ക് കിട്ടുന്നുമുണ്ട്. ഓക്കെ, ഇതൊന്നും പിന്നത്തേക്കൊന്നും ഇപ്പം എന്താ പറയുക, ദൈവം വെക്കില്ല, ഒക്കെ അപ്പോഴാണ് എല്ലാം. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, അവർക്ക് റിയലൈസേഷൻസ് ഉണ്ട് ദാറ്റ് അവർ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് വരുമെന്നാണ്. നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഓഫർ തരും, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഓഫർ തരും എന്ന രീതിക്കാണ്. ചിലർക്ക് മാരേജ് ആയിരിക്കും. ഓക്കെ, കുറച്ച് പേർക്ക് സാധിക്കുന്നവർക്ക് നിങ്ങൾക്ക് മാരേജ് ആയിരിക്കും. ഓക്കെ, ആൻഡ് തേർഡ് പാർട്ടിയുമായിട്ട് ഫ്യൂച്ചർ യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത്? ഹാങ്മാൻ, Five of Pentacles, Magician, exactly. Person, 2 of Swords ഉണ്ട് ഇവിടെ. ചോയ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇവിടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഹാങ്മാൻ സിറ്റുവേഷൻ ആണ്. ഹാങ്മാൻ എന്ന് പറയുമ്പോൾ അവരവിടെ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക്. അതിൽ നിന്ന് അവർ പുറത്തു വരും. ഓക്കെ, അവർ ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളൊരു അതുണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇപ്പോൾ ലൈക്ക് മാരീഡ് ആണെങ്കിൽ കൂടുതലും, ഓക്കെ, അല്ലാത്ത സിറ്റുവേഷൻസ് ആയാലും ചിലപ്പോൾ എന്തെങ്കിലും അവർ ആ ഒരു ബന്ധം വിട്ട് മാറി വരുമ്പോൾ ചില നഷ്ടങ്ങൾ അവർക്ക് വന്നേക്കാം. ഓക്കെ, ബട്ട് അതിനവർ തയ്യാറാണ്. ഇപ്പോൾ അവരത് വിട്ട് വരാൻ തയ്യാറാണ്. അവർ മജീഷ്യൻ ആണ് കാണുന്നത് ഇവിടെ. മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് അവർ റെഡിയാക്കി എടുക്കും എന്ന് പറയാം. അവർ മാനിഫെസ്റ്റ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യലല്ല, അവർ ചെയ്തെടുക്കും അതിനെ കാര്യങ്ങൾ. ഓക്കെ, അതായത് അവർ ആ ഹാങ് സിറ്റുവേഷൻ നിന്ന് പുറത്തു വരും അവർ തീർച്ചയായിട്ടും. ഓക്കെ, അവരതിനു വേണ്ടി ചിലത് പിന്നിൽ അവർ ഉപേക്ഷിക്കേണ്ടി വരും, അതിനും അവർ തയ്യാറാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ലൈക്ക് വെരി ലൈക്ക് സ്ട്രോങ് നൈസ് കാർഡ്സ്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ലവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം, അവർ തമ്മിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും വന്നതായിരിക്കാം, ബട്ട് അതിപ്പോൾ എൻഡായി പോകുന്ന പോലെയാണ് കാണുന്നത്. സോ നമുക്ക് സ്ട്രോങ്ലി ക്ലെയിം ചെയ്യാം നമുക്കത് ഈ റീഡിങ്. ആൻഡ് നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി എടുക്കാം. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല, ഇത്ര നല്ല മേ ബി ചേഞ്ചസ് വരുന്നുണ്ടാവും, നിങ്ങളുടെ മാറ്റങ്ങൾ വരുന്നുണ്ടാവാം. ആൻഡ് നിങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ പേഴ്സണൽ മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. ഐ തിങ്ക് നിങ്ങൾ ഗൈഡൻസ് മെസ്സേജ് കൂടി ഒന്ന് കാണുക. അതിലുള്ളതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജസ് ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് വരാം നിങ്ങൾ. അപ്പം തന്നെ കുറേ യെസ്
ഞാൻ എന്താ പറഞ്ഞു? പേഴ്സൺ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് അവിടെ, അതിൽ നിന്ന് അവർ പുറത്തു വരും. ഹയർ സെൽഫ് ആക്ടിവേഷൻ. ഇത് ഏസ് ഓഫ് കപ്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാർഡാണ് ഏസ് ഓഫ് കപ്സ്. നമുക്ക് റിപ്പീറ്റ് ആണ് വന്നിരിക്കുന്നത്. മെമ്മറീസ്, നോസ്റ്റാൾജിയ, പർപ്പസ്. യെസ്, യൂണിവേഴ്സ് നിങ്ങളെ ഒന്നിപ്പിക്കാൻ റെഡി ആവുകയാണ്. ഓക്കെ, നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾ വാവ്, ഫെമിനൈൻ, awesome. കർമ്മ. നിങ്ങൾക്കിനി എത്ര പ്രൂഫ് വേണം? നമ്മൾ പറഞ്ഞ സെയിം കാർഡ്സ് നോക്കൂ. ഓക്കെ, പറയാം. ഓക്കെ, ഇതിവിടെ ഓട്ടം ഉണ്ടായിരുന്നു, അതുകൂടി പറഞ്ഞേക്കാം. ഓക്കെ, സമ്മറും ഉണ്ട്, 2-3 വേറെ ഉണ്ടായിരുന്നു. ഇല്ല, ഇത് രണ്ടും ഉണ്ട്. സമ്മർ ഉണ്ട്, ഓട്ടം ഉണ്ട്. ഓക്കെ, 2 സമയത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. സമ്മർ പറഞ്ഞാൽ മാർച്ചിൻ്റെ അടുത്തായിട്ട് വരും. ഹാർവെസ്റ്റ് ഓട്ടം എന്ന് പറയുമ്പോൾ അറൗണ്ട് സെപ്റ്റംബർ എന്ന രീതിക്ക് എടുക്കാം. സോ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും, ഗ്രോത്തിൻ്റെ സമയമായിരിക്കും. ഓക്കെ ഓക്കെ, ശരി. ഇവിടെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് അവരെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചില സിറ്റുവേഷൻസ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഹയർ സെൽഫ് ആക്ടിവേഷൻ ആണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവരെവിടെയാണ് ലൈക്ക് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് അവരുടെ ലൈഫിൽ നല്ലതല്ലാത്തത് അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുമായിട്ട് സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് അവർ വരും. ആൻഡ് ഇത് സെലിബ്രേഷൻ, ഗിഫ്റ്റ്സ് ആൻഡ് അബണ്ടൻസ് ആണ്. ഇത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആക്ച്വലി പിക്ചർ കണ്ടാലും തന്നെ ലൈക്ക് ഗിഫ്റ്റ് അബണ്ടൻസ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഒരു ഓഫറുമായിട്ട് കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സെലിബ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. ആൻഡ് നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ള യൂണിവേഴ്സിൻ്റെ ഡെസിഷൻ ആണ്. ഓക്കെ, ആ ഒരു നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പർപ്പസ് ഉണ്ട് ഈ ലൈഫിലേക്ക് ഈ ജന്മത്ത് നിങ്ങൾ ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു പർപ്പസ് ഉണ്ട്. അതിനുവേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ അവേക്കൻ ചെയ്യുകയാണെന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി അവേക്കൻ ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണും കുറേയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ടാവും നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ വിൻ്റർ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, വിൻ്ററും കണ്ടു. വിൻ്റർ ആക്ച്വലി ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇപ്പം നാട്ടിലും ഡിസംബർ, ജനുവരി ഈ സമയമൊക്കെ നമുക്ക് വിൻ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ തൊട്ട് ഐ തിങ്ക് ഒരു നെക്സ്റ്റ് സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ എന്ന് നിങ്ങൾ പിടിച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. കർമ്മ ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേഴ്സണിന് തോന്നുന്നുണ്ട് എന്നിട്ട് അവർ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോൾ അവർക്ക് ആക്ച്വലി തോന്നല്ല, കിട്ടുക തന്നെയാണ്, യൂണിവേഴ്സ് കൊടുക്കുക തന്നെയാണ്. അവർക്ക് ആ ശരിക്കും യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകളുടെ ഫലം അവർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഫെമിനൈൻ എനർജി. ഇത് നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫെമിനൈൻ എനർജിയിൽ നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ. അതായത് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ജെൻസ് ആണെങ്കിലും ഓക്കെ, ഞാനിതിനെ മാസ്കുലൈൻ എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മാസ്കുലൈൻ എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, സോ അതിൻ്റേതായ ഒരു ഡിഫറൻസ് നിങ്ങളുടെ പേഴ്സണിൽ തീർച്ചയായിട്ടും കാണും. പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരും. അവർ ഏസ് ഓഫ് കപ്സ് ഓഫറുമായിട്ടും കമ്മിറ്റ്മെൻ്റ് ആയിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ തമ്മിൽ സെലിബ്രേഷൻ ഇവിടെ കാണുന്നുണ്ട്, ഹാപ്പി സമയങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ക്ലെയിം ചെയ്യാൻ ഈ റീഡിങ്. ഇത് ഞാൻ ഇത്ര നല്ല ഒരു റീഡിങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. തേർഡ് പാർട്ടിയുമായിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെയാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ തൽക്കാലം വിട്ടേക്കാം, മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യാൻ പോണ്ട. നിങ്ങൾ നിങ്ങളുടെ മേലെ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പേഴ്സൺ വന്നോളും തീർച്ചയായിട്ടും. ഓക്കെ, സോ എല്ലാവർക്കും വളരെ നല്ല ദിവസമായിരിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലത് നിങ്ങളിലേക്ക് അപ്പോഴേക്ക് അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നല്ലത് നിങ്ങളിലേക്ക് വരാം. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ എല്ലാവരും നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.